ഹായ്, ഞാൻ ജയ സുരേഷ്. ഞാനൊരു ലൈഫ് കോച്ചാണ്. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് വെള്ളത്തെക്കുറിച്ചാണ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, വെള്ളത്തെക്കുറിച്ച് എന്താണ് ഇത്ര പറയാനുള്ളതെന്നല്ലേ? വെള്ളത്തിന് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വെള്ളത്തിന് ഒരു അട്രാക്റ്റിംഗ് പവർ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? എല്ലാവരും ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. പക്ഷേ അതിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു പവിത്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു അട്രാക്റ്റിംഗ് പവർ മനസ്സിലാക്കി ആരൊക്കെ കുടിക്കുന്നുണ്ട്? അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് തീർത്ഥം വാങ്ങി കുടിക്കില്ലേ? എന്തുകൊണ്ടാണ് അത്? ആ വെള്ളം അവിടുത്തെ ആ മന്ത്രത്തെയും അവിടുത്തെ ആ അമ്പലത്തിലെ ആ പോസിറ്റീവ് എനർജിയെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ആ തീർത്ഥം വാങ്ങി കുടിക്കുന്നതും. ആ തീർത്ഥം നമ്മൾ വാങ്ങി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും ചെയ്യുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മൾ പുരാണ സീരിയലുകളൊക്കെ കാണുന്ന സമയത്ത് ഈ മുനിമാർക്ക് ആരെങ്കിലും ശപിക്കണമെന്ന് തോന്നുമ്പോൾ അവരെന്താ ചെയ്തിരുന്നത്? കമണ്ടലുവിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മന്ത്രം ജപിച്ച് ശപിക്കും അല്ലേ? അപ്പോൾ അതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഈ വെള്ളത്തിന് പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. നമുക്ക് ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്തി തന്നത് മസാരു ഇമോട്ടോ എന്നു പേരുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും പറയുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ്. നമ്മൾ എല്ലാ ദിവസവും ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നവരല്ലേ? അപ്പോൾ ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിനെ ഒന്ന് ചാർജ് ചെയ്തുകൊണ്ട് കുടിച്ചാൽ എങ്ങനെയിരിക്കും? അതായത് നമ്മൾ ആ വെള്ളം കുടിക്കുമ്പോൾ അത് കയ്യിലെടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് കുടിച്ചു തീർക്കുന്നതിന് പകരം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ചൊരു പോസിറ്റീവ് അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടോ നമ്മൾ ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം വളരെ വേഗത്തിൽ നമുക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതവസ്ഥയിലും വെള്ളം കുടിക്കുമല്ലേ? ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ, സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവ് ഇമോഷനിലിരിക്കുമ്പോൾ, സന്തോഷം വന്നിരിക്കുമ്പോൾ, എല്ലാ സാഹചര്യത്തിലും നമ്മൾ വെള്ളം കുടിക്കും. പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് ഇമോഷൻസ് ഏത് തന്നെ ആയാലും ആ അവസ്ഥകളിലൊന്നും നമ്മൾ ആ വെള്ളം കുടിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ 70% വെള്ളമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജി ഉള്ള വെള്ളം കൂടി അങ്ങോട്ട് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗുണത്തേക്കാളേറെ അത് ദോഷമായി ഭവിക്കും. അപ്പോൾ ചോദിക്കും, ദേഷ്യം വന്നിരിക്കുമ്പോൾ വെള്ളം കുടിക്കണം തോന്നിയാൽ എന്ത് ചെയ്യും അല്ലേ? ഒന്ന് ഹോൾഡ് ചെയ്യുക, ഇച്ചിരി സമയം, ഒരു ഡീപ്പ് ബ്രീത്തൊക്കെ എടുക്കുക. നമ്മുടെ മനസ്സ് ഒന്ന് ശാന്തമായതിന് ശേഷം മാത്രം വെള്ളം കുടിച്ച് ശീലിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തീർച്ചയായിട്ടും സംഭവിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.